ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതിന് എന്റെ മനസ്സ് എത്ര വേദനിക്കുന്നുണ്ടെന്ന് അവളിപ്പോ തിരിച്ചറിയില്ല. കാരണം അവളുടെ മാറ്റം ചെറുതല്ല. എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്ന് ശരവണൻ ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപാട് പാവങ്ങളുടെ ചോര ഊറ്റിക്കുടിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇന്ന് തെരുവിലാണ്. അത് നിങ്ങൾ മറക്കരുത്. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ജയർ കുറ്റക്കാരനാണെങ്കിൽ അവനെ ശിക്ഷിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. തെറ്റാര് ചെയ്താലും ശിക്ഷിക്കണം. മറ്റുള്ളവരുടെ ജീവിക്കാനുള്ള അവകാശം ആര് തട്ടിപ്പറിച്ചാലും അത് ചോദ്യം ചെയ്യണം. നിങ്ങൾ കാണിച്ച വാർത്തകളില്ലേ, പെട്ടെന്ന് തന്നെ അന്വേഷണം ഉണ്ടാവും, പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടാവും എന്നൊക്കെയല്ലേ പറഞ്ഞത്? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ വാർത്തയിലെ സത്യം അന്വേഷിച്ച് മുന്നോട്ട് പോവോ? എത്ര നാള് പോവും? വേറൊരു വാർത്ത വരുന്നതുവരെയല്ലേ ഉള്ളൂ. അത് കഴിയുമ്പോ നിങ്ങളുടെ ഈ ആവേശം തണുക്കില്ലേ? പാവങ്ങളോടുള്ള നിങ്ങളുടെ ഈ സഹതാപം അവസാനിക്കില്ലേ? അല്ലാതെ ജയാറിന്റെ കേസിൽ ഒരു അവസാനം കണ്ടേ അടങ്ങൂ എന്ന് നിങ്ങളുടെ മനസ്സിലില്ലല്ലോ. ഉണ്ടോ? വാർത്ത കൊടുത്തവർക്ക് അന്തസ്സുണ്ടെങ്കിൽ ജയാർ എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്ക്. നിങ്ങൾ അയാൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ നോക്ക്. അതല്ലാതെ അതിനിടയിൽ ഒരു നേരം പോക്ക് പോലെ എന്റെ അഭിപ്രായം ചോദിച്ചു വരേണ്ടതില്ല. എന്തിവിടെ? ആരാ നിങ്ങളൊക്കെ? മാഡം, ഞങ്ങൾ മീഡിയ പ്രവർത്തകരാ. ഇവിടെ നിങ്ങളുടെ ആവശ്യമില്ല. ഇവരെ ഞാൻ വിളിച്ചു കയറ്റിയിരുത്തിയതാണ്. അവരുടെ ഒരു ചോദ്യങ്ങൾക്കും ഇവിടെ ആരും മറുപടി പറയണ്ട. നിങ്ങളൊന്ന് പുറത്തിറങ്ങോ? സോറി മാഡം. നിക്ക്. ഇവിടെ നടന്നതോ നിങ്ങൾ ഇറങ്ങിപ്പോന്നതോ വാർത്തയായി ആഘോഷിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് പോവാം. അമ്മ എന്താ ഉദ്ദേശിക്കുന്നേ? അവരെ അമ്മ വിളിച്ചു വരുത്തിയതാണോ, അതോ സ്വന്തം ഇഷ്ടത്തിന് വന്നതോ? ജീവനെതിരെ ഒന്നും സംസാരിക്കരുതെന്ന് ഹരിയോട് ഞാൻ പറഞ്ഞു. ഹരി ഇത് കേട്ടില്ല. ഇപ്പൊ അമ്മ കൂടി അത് ഏറ്റുപിടിച്ചാല് എന്തൊക്കെ ഇവിടെ സംഭവിക്കാന്ന് അറിയാമോ? എനിക്ക് ആരോടെങ്കിലും സംസാരിക്കണമെങ്കിൽ നിന്റെ അനുവാദം വേണോ? ഇവിടുന്ന് രണ്ടുപേരെ ഇറക്കി വിട്ടാൽ എനിക്ക് പറയാനുള്ളത് പറയാൻ പറ്റില്ലേ? അമ്മ വിവരമില്ലായ്മ പറയരുത്. എന്നു മുതലാ ജീവനെതിരെ സംസാരിക്കുന്നത്? വിവരമില്ലായ്മയായത് കേട്ടിട്ട് സഹിക്കുന്നില്ലല്ലേ നിനക്ക്? ജയാറിനെതിരെ ആരൊന്നും പറയാൻ പാടില്ല. അതാണിപ്പോ നിന്റെ നിലപാട്. അതനുസരിക്കാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടാണ്. കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്തതിലും ഭംഗിയായി നടന്നു. ന്യൂസിന്റെ റീച്ച് ചെറുതൊന്നുമല്ല. ഇന്ദിര TV ആണെങ്കിൽ ഇതുവരെ എക്സ്ക്ലൂസീവ് ന്യൂസുകൾ അവസാനിപ്പിച്ചിട്ടില്ല. ഇത്രയും നേരത്തിനുള്ളില് സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള ആളുകള് JRന്റെ കാര്യത്തില് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഈ കൊള്ളക്കാർക്ക് കൊള്ള ചെയ്യുന്നതൊരു പബ്ലിസിറ്റിയാ. ഇനിയിപ്പോ അവസാനം ഇതെല്ലാം കൂടി JRനുള്ളൊരു പബ്ലിസിറ്റി ആവൂ. താൻ ചോദിച്ചാൽ അല്പം കാര്യമുണ്ട്. പക്ഷേ ഇവന് നിൽക്കാനാവില്ല. കാരണം പൊളിറ്റിക്കലി JRനൊരു പിൻബലവും ഇല്ല. ഇങ്ങനൊരു കണ്ടീഷൻ വന്നതിന് ശേഷം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടും ഒരു കാര്യമില്ല. താൻ പേടിക്കണ്ടോ, അവനെ നമ്മൾ മുട്ടുകുത്തിച്ചിരിക്കും.
മുറിവുകൾ എന്റെ മനസ്സിൽ ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ ജയാർ. അതൊന്നും വെറുതെ ആവില്ല. പക്ഷെ അനന്ത, താൻ സൂക്ഷിക്കണം. അന്നത്തെ പോലെ ആ, ഇത്രയൊക്കെ ചെയ്തിട്ട് ഞാനെന്താ വെറുതെ റോഡിലൂടെ കൈമീശി നടക്കുമെന്നാണോ തന്റെ ധാരണ? ജയാറിൽ നിന്ന് ഒളിക്കാനല്ല, എന്നെ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് കരുതി തന്നെയാ. അനന്ത, എന്നെ എന്നല്ല, ഈ ഇഷ്യൂവിന്റെ പേരില് അയാളോ അയാളുടെ ആളുകളോ ഒരു കുഞ്ഞിനെ പോലും നോവിച്ച ആ നിമിഷം ജയാറിന്റെ അറസ്റ്റ് നടക്കും. പിന്നെ അയാൾ സകല അന്വേഷണങ്ങളും നേരിടേണ്ടത് പോലീസ് കസ്റ്റഡിയിൽ നിന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള ബുദ്ധിമോശമൊന്നും അയാൾ കാണിക്കില്ല. അതിന്റെയൊക്കെ രീതി അയാൾക്കറിയാം. തൽക്കാലം ഇപ്പോൾ നമ്മളുണ്ടാക്കിയ കാർമേഘം ഒന്ന് പെയ്തൊഴിഞ്ഞ് തീരട്ടെ. അത് കഴിഞ്ഞ് ജയാറിനുള്ള അടുത്ത സ്റ്റെപ്പ് കൊടുക്കാം. നമ്മൾ അവനെ വിടില്ല ഹരി. കാരണം അവൻ നമ്മളെ ചതിച്ചതിനേക്കാൾ കൂടുതൽ നമ്മുടെ മണ്ണിനെ ചതിച്ചവനാ. அம்மா அம்மா எவ்வளவு பிரச்சனை இருந்தாலும் நீங்களும் நித்யாமையும் தமிழ் இந்த மாதிரி ஒன்றும் ஆகக்கூடாதம்மா. எப்படி அம்மா உங்களுக்கு அவரோடு பேசாம இருக்க முடியும்? அம்மா அம்மா நித்யாமேடம் நான் சொல்லட்டுமா? വേണ്ട ശരവണ. അവൾ ഒരു നിമിഷം മിണ്ടാതിരുന്നാൽ എന്റെ മനസ്സ് എത്ര വേദനിക്കുമെന്ന് മുൻപ് അവൾക്ക് അറിയാമായിരുന്നു. ഇപ്പൊ അറിയില്ല. ഞാൻ അവളെ തല്ലി. അതിന് എന്റെ മനസ്സ് എത്ര വേദനിക്കുന്നുണ്ടെന്ന് അവളിപ്പൊ തിരിച്ചറിയില്ല. കാരണം അവളുടെ മാറ്റം ചെറുതല്ല. അമ്മ, എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്ന് ശരവണൻ ചിന്തിച്ചിട്ടുണ്ടോ? ജീവൻ, രഘുവേട്ടൻ, എല്ലാവരും എന്നെ വിട്ടു പോയില്ലേ? അപ്പോഴൊക്കെ ഞാൻ ചേർത്ത് പിടിച്ചത് എന്റെ നിത്യമോളയാ. അവളെ സംരക്ഷിക്കാൻ വേണ്ടി ഏതൊരാളോടും ഞാൻ മുഖം മുറിഞ്ഞ് സംസാരിക്കുമായിരുന്നു. എത്ര വലിയ ബന്ധമായാലും ഞാൻ വെട്ടിമുറിക്കുമായിരുന്നു. എന്റെ കൂടെ നിൽക്കണ്ട. എന്റെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയോ? അവളെ ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കിയെന്ന് ചിന്തിച്ചു പോയി. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് യാഥാർത്ഥ്യം മനസ്സിലായത്. എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. അവളുടെ ചിന്തകളെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ എനിക്ക്. அம்மா முன்னாடியே நான் சொன்னேன், நித்யாமா இந்த மாதிரி சேஞ்ச் ஆவணையில அந்த ஜெயாரு ஏதோ பண்ணிருக்கு. கண்டிப்பா பண்ணிருக்கோம். ദൈവങ്ങളോട് സങ്കടം പറയുന്നത് ഞാൻ നിർത്തി. ഇപ്പൊ എനിക്ക് സങ്കടം പറയാൻ അമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞ പെണ്ണാണ് ശരവണ അവള്.